ഉറപ്പായിട്ടും അവർക്ക് അതിനോട് എതിരഭിപ്രായങ്ങളായിരിക്കും മിക്ക സമയങ്ങളിലും വരാറ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്കും കൺവിൻസ് ആവും. ഇതിൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള റീസൺസ് വെക്കുമ്പോൾ അവർക്കും മനസ്സിലാവും. എഡിറ്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ എഡിറ്റിംഗ് ടേബിളിലാണ് സിനിമ ഉണ്ടാവുക എന്നാണല്ലോ പൊതുവെ പറയുന്നത്. സെക്കൻഡ് ഡയറക്ടറാണ് പടത്തിന്റെ. ഇപ്പൊ ഈ ഒരു റൗണ്ട് ടേബിൾ, അതിന് മുമ്പത്തെ റൗണ്ട് ടേബിളിലൊക്കെ വെട്രിമാറിനൊക്കെ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട എഡിറ്ററിന്റെ അടുത്തേക്ക് നമ്മൾ ഈ വിഷ്വൽസും മൊത്തം സംഭവങ്ങളായിട്ട് ചെല്ലുന്ന സമയത്ത് എഡിറ്റർ കൃത്യമായിട്ട് പറയും, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയും, ഇത് നടക്കില്ല, ഈ പരിപാടി സെറ്റ് ആവുന്നുള്ളത് അങ്ങ് വെട്ടിക്കളയാൻ പറയും. പക്ഷേ ഡയറക്ടർക്കും ചിലപ്പോൾ ക്യാമറ പേഴ്സണൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഷോട്ടായിരിക്കും, ആക്ടറിനും ചിലപ്പോൾ നല്ല പെർഫോം ചെയ്തിട്ടുള്ള ഷോട്ടായിരിക്കും, പക്ഷെ എഡിറ്ററിന് സിങ്ക് ആവില്ല എന്ന് തോന്നും. ഇപ്പോൾ സംഗീതം എങ്ങനെയാണ് ഇപ്പോൾ എഡിറ്റേഴ്സും ഈ ഡയറക്ടറൊക്കെ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ? ഇങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയൂ, അല്ലെങ്കിൽ എങ്ങനെയാ? സ്വന്തം സീൻ വെട്ടിക്കളഞ്ഞിട്ടുള്ള ആളാ ലിറ്റിൽ മിസ്റാവത്തുള്ള സ്വന്തം സീൻ അല്ല, ആക്ച്വലി നമ്മളൊരു എന്താ പറയണ ഫസ്റ്റ് ഓഡിയൻ പോലെയൊക്കെയാണ് എഡിറ്റിൽ വരുമ്പോൾ. കാരണം സ്ക്രിപ്റ്റിലും ഈവൻ ഷൂട്ടിലുണ്ടെങ്കിൽ പോലും വേറൊരു പുതിയ പെർസ്പെക്റ്റീവിൽ ഒരു സിനിമ ആദ്യമായിട്ട് കാണുന്ന ഓഡിയനെ പോലെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം കാണുന്ന എഡിറ്റർ ആയിരിക്കും. ഡയറക്ടർ കാണുന്നതിന് മുമ്പ് പോലും നമ്മളായിരിക്കും ആദ്യം മിക്ക സ്ഥലങ്ങളിലും. സ്പോട്ട് എഡിറ്റിലൊക്കെ കാണാറുണ്ട്. സ്റ്റിൽ ഒരു സിനിമയുടെ എല്ലാ ഫോമെല്ലാം കഴിഞ്ഞൊരു ഫസ്റ്റ് സിനിമ കാണുന്നത് നമ്മളായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇത് കാണാൻ പറ്റും. ഇപ്പോൾ അതിലെ പെർഫോമൻസിലെ ഹൈയോ അതിലെ ഫ്രെയിമിൻ്റെ ഭംഗിയോ ഒന്നും അല്ലാതെ അതൊരു സിനിമയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ വർക്കാവാത്ത സാധനങ്ങൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയും. ഉറപ്പായിട്ടും അവർക്ക് അതിനോട് എതിരഭിപ്രായങ്ങളായിരിക്കും മിക്ക സമയങ്ങളിലും വരാറ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്കും കൺവിൻസ് ആവും. ഇതിൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള റീസൺസ് വെക്കുമ്പോൾ അവർക്കും മനസ്സിലാവും. അപ്പം അങ്ങനെ പറയാതിരുന്നിട്ട് കാര്യമില്ല. അതാണ് ഒരു ജംഗ്ഷൻ പോയിന്റ് ആണ് എഡിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് മ്യൂസിക്കിലോട്ടും സൗണ്ടിലോട്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലോട്ടും പോകുന്നത്. അപ്പം ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ലാസ്റ്റ് സ്ഥലം എന്നൊക്കെ പറയാം. ബാക്കി ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ നടക്കുമെങ്കിലും ഒരു ഫൈനൽ ഔട്ട്പുട്ടിന്റെ ഒരു ഫൈനൽ ജംഗ്ഷൻ നമ്മളുടെയാണ്. അപ്പം ഇവിടെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇങ്ങും നടക്കില്ല. അർജുൻ അശോകൻ എങ്ങനെ ഇപ്പോൾ മലയാളത്തിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പടങ്ങളൊക്കെ ചെയ്തു, ഇനി മറ്റ് ഭാഷകളിലേക്ക് പലരും പോവുകയും വെബ് സീരീസുകളൊക്കെ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് അങ്ങോട്ടൊക്കെ വെഞ്ചർ ചെയ്യണം എന്നുള്ളൊരു തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. മലയാളം മാത്രമാണോ? അല്ല, എന്നാലും ആഗ്രഹം അങ്ങനെ ആഗ്രഹമുണ്ട്, വിളിക്കണല്ലാരും. അല്ല, ഇപ്പൊ തമിഴല്ല തെലുങ്കായിരുന്നു, കന്നഡയും വന്നുണ്ട്, ബംഗാളി പഠിച്ചോണ്ടിരിക്കുന്ന ഉച്ച ക്ലാസ് ഉണ്ട്, ട്യൂഷൻ. ഇപ്പം നമ്മൾ നേരത്തെ ഒരു സമയത്ത് സംസാരിച്ചിട്ടുണ്ട് ഈ ഓസ്ലർ മൂവിയിലുള്ള ആ ഒരു ക്ലൈമാക്സ് ഷോട്ടിന്റെ സമയത്തുള്ള ഒരു സീനിനെ പറ്റിയിട്ട്. അപ്പം അത് നമ്മുടെ ഓഡിയൻസിനും കൂടെ വേണ്ടിയിട്ടാണ്. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആ ക്യാരക്ടറിന് ഉണ്ടാകുന്ന ഒരു ഷിഫ്റ്റും അതൊരു ക്ലോസ് ഷോട്ടിൽ വെക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ പല ഒരു സിനിമകളെയും പറ്റിയിട്ട് ഉള്ളൊരു എനിക്കൊന്ന് അദ്വൈതത്തിൻ്റെ അങ്ങോട്ട് ലാസ്റ്റ് ഷോട്ട് അത് കുറച്ച് ലെങ്തി ഷോട്ടാണ്. അത് ഒരു ക്ലോസ് ഷോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സീനിൽ വേറെ ഒന്നും ഇല്ലാതെ ഒരു ഡയറക്ടർ ഒരു നടൻ്റെ മുഖം മാത്രം വെക്കണമെങ്കിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആ നടനിലും അയാളുടെ ആക്ടിങ്ങിലും ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ഓസ്ലറിൻ്റെ ആ ഒരു സ്പേസിലെത്തുമ്പോഴും പെട്ടെന്നൊരു ലാസ്റ്റ് ഏറ്റവും ഇമ്പാക്റ്റ് പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ഒരു ഡയറക്ടർ ഒരു അത്രയും ക്ലോസ് ഷോട്ട് അത്രയും സംഭവം നമ്മളിൽ തരിക എന്ന് പറയുമ്പോൾ അത് അർജുൻ അശോകൻ ആ ഒരു മൊമെന്റിൽ എത്രത്തോളം കോൺഫിഡൻസ് തന്നായിരുന്നു, അതോ നെർവസ് ആയിരുന്നു ആ ഒരു സീനിൽ? നെർവസ് ആയിരുന്നു ആക്ച്വലി. കാരണം നമ്മളൊരു പടത്തിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് നേരത്തെ സംസാരിച്ചായിരുന്നു തന്നെ, നമ്മൾ 2-3 ദിവസമൊക്കെ എടുക്കുന്നു ട്രാക്കിലാവാനും ഇവരായിട്ടൊന്ന് സിങ്ക് ആവാനൊക്കെ ആയിട്ട്. ഇത് ഒറ്റ ദിവസത്തെ ഷൂട്ട്, ഹാഫ് ഡേ ഷൂട്ടായിരുന്നു മൊത്തം. അപ്പം അതിന് മുമ്പ് പക്ഷേ മിഥുൻ ചേട്ടൻ എനിക്ക് 5-ാം പാതിരയിൽ വിളിച്ചിട്ട് എനിക്ക് ഡേറ്റിൻ്റെ ഇഷ്യൂ കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ പടത്തിൽ എന്തായാലും പോകണം എന്നപ്പോൾ എങ്ങനെയെങ്കിലും ഡേറ്റ് ഒക്കെ ഉണ്ടാക്കി ഹാഫ് ഡേ പിടിച്ചിട്ട് ഞാൻ പോയി. പക്ഷെ അതിനു മുമ്പ് മിഥുൻ ചേട്ടൻ എനിക്ക് ക്ലിയർ പിക്ചർ തന്നിട്ടുണ്ടായി എന്ത് ടൈപ്പാണ് ഈ ക്യാരക്ടർ. ഇപ്പോൾ ഒരു പടം ഒരു ഇംഗ്ലീഷ് മൂവി നേരത്തെ അയച്ചു തന്നിട്ടുണ്ടായി, ഇതിൻ്റെ ഒരു മാനറിസ് ഉള്ളൊരു ക്യാരക്ടർ ആയിരിക്കും, ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിനക്കൊരു പരിപാടി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടി അത്യാവശ്യം നല്ല ഒരു രീതിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ മൂപ്പര് പറഞ്ഞു തന്ന് അവർക്ക് തന്നെ ഒരു ക്ലിയർ പിക്ചർ ഉണ്ട് ഈ ക്യാരക്ടർ എന്താണ് എങ്ങനെ വേണം എന്നുള്ളത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അത് അവർ ട്യൂൺ ചെയ്യണം.